പ്രിയപ്പെട്ടവരെ, പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ട് നിറയെ പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെയാണ്. രാത്രിയെ പകലാക്കുന്നു. ഒരു സൈഡിൽ DJ പാലക്കാട് ഫെസ്റ്റ്, മറു സൈഡിൽ പൂക്കളുടെ ഗാർഡൻ. ടിക്കറ്റിന് വേണ്ടിയുള്ള തിരക്ക്. DJ ഫെസ്റ്റിന്റെ അകം നിറയെ ആളാണ്. തിരക്ക് കാരണം ടിക്കറ്റ് കൊടുക്കാതെ നിർത്തിവെച്ചിരിക്കുന്നു. ഇത്രയും പേര് കാണുന്ന ഒരു ഫെസ്റ്റ് നമുക്കും കാണണ്ടേ? പക്ഷേ തിരക്ക് കുറയാതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കൂടാതെ പകല് കാണുന്നത് പോലെയല്ല രാത്രിയിലെ കാഴ്ചകൾ. 2 പ്രാവശ്യം കാണേണ്ടി വരും. 2 പ്രാവശ്യവും ഷൂട്ട് ചെയ്യേണ്ടി വരും. കാണാം കാഴ്ചകൾ. ഇതാണ് പ്രവേശന കവാടം. ടിക്കറ്റ് 120 രൂപയാണ്. ടിക്കറ്റ് ചെക്കിംഗ് ചെയ്യുന്നത് പഞ്ചാബികളാണ്. ഇപ്പോൾ പൊതുവെ തിരക്ക് കുറവാണ്. കയറുന്ന ഇടനാഴി. മനോഹരമായ സംഗീതം ഒഴുകുന്നു. അത് പകർത്താനാകില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. ആദ്യം കാണുന്നത് പൂവിൽ നിന്നും തേനുകരുന്ന തുമ്പി, ലൈറ്റും സൗണ്ടും പൂക്കളുടെ സൗന്ദര്യവും. പിന്നെ ഇതാ പൂക്കളുടെ ഇടയിലെ കരിന്തേള്. നമ്മൾ കേട്ടിട്ടില്ലേ, പൂവിനെ തൊട്ടാൽ മുള്ളുകൊള്ളുമെന്ന്? അത്ഭുതപ്പെടുത്തുന്ന അതിൻ്റെ ചലനം. നമ്മൾ ആദ്യം കണ്ട പൂത്തുമ്പിയുടെ ചിറകുകളുടെ മനോഹാരിത നോക്കൂ. തേനീച്ച തൻ്റെ അറകളിൽ തേൻതുള്ളി നിറയ്ക്കുന്നു. അവിടെ ലൈറ്റും. ഇത് നിർമ്മിച്ച കലാകാരന്മാരെയാണ് നമ്മൾ ഓർക്കേണ്ടത്. തൊട്ടടുത്തുള്ള വണ്ടിന്റെ പിൻഭാഗമാണ് ചലിക്കുന്നത്. അതിനനുസരിച്ചുള്ള ചിത്രങ്ങളും പൂക്കളും. മുൻഭാഗം ചലിക്കുന്ന മറ്റൊരു വണ്ട്. പുൽച്ചാടി, ചിത്രശലഭം, ഈച്ചകൾ, തുമ്പികൾ, വിവിധ വർണ്ണത്തിലുള്ള വ്യത്യസ്ത തരം പൂക്കൾ. ഭൂമിയിലുള്ള ജീവികളിൽ വ്യത്യസ്തനായ മനുഷ്യൻ, ഭൂമിയിലെ അധിപൻ, എല്ലാ ജീവികളെയും വീക്ഷിക്കുന്നു, അവയുടെ രൂപങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ ഒരു ജീവിക്ക് പോലും ജീവൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. എത്ര വിചിത്രം! കൃത്രിമ ജീവികളുടെ പിന്നിലെ ലൈറ്റിങ്ങും സൗണ്ടും പൂക്കളും, അവയുടെ നിറവ്യത്യാസവും, മുകളിലെ കടർക്കുടകളും. ഇതൊരു ഹാളാണ്. ഈ ഹാളിലെ 2 സൈഡിലും ഉള്ള സ്ഥലത്താണ് ഇവയെ ഒരുക്കിയിരിക്കുന്നത്. പുറത്തേക്കുള്ള വാതിലിൽ അലങ്കരിച്ച ആർച്ചുകൾ. അവിടെയും ഫോട്ടോയും വീഡിയോയും ഷൂട്ടിങ്ങും. ഇനി നമ്മൾ പോകുന്നത് പുറത്തേക്കാണ്. ഉച്ചയ്ക്ക് 3 മണിയായി. രാത്രിയിലെ കാഴ്ചകളല്ല ഇപ്പോഴുള്ളത്. കുതിരപ്പുറത്തിരിക്കുന്ന ഈ സുന്ദരിയെ ആരും വീക്ഷിക്കും. എല്ലാവർക്കും കൊടുമുടികൾ കാണാനും വെള്ളച്ചാട്ടങ്ങൾ കാണാനും നയാഗ്ര കാണാനും രാജസ്ഥാൻ മരുഭൂമി കാണാനും കഴിഞ്ഞെന്ന് വരില്ല. അവിടെയാണ് DJ അമ്യൂസ്മെന്റ് നമ്മളെ മാടി വിളിക്കുന്നത്. തീർച്ചയായും ഇത് എല്ലാവരും കണ്ട് ഒരു അനുഭവം ഓർത്തുവെക്കേണ്ടതാണ്. ഇന്ന് 2026 ജനുവരി 7. 50 കൊല്ലം പിറകോട്ട് പോയാൽ ഗ്രാമങ്ങളിൽ സൈക്കിൾ യജ്ഞം ഉണ്ടായിരുന്നു. കവലയിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി അതിൽ വട്ടത്തിൽ അഭ്യാസിയായ ചെറുപ്പക്കാരൻ സൈക്കിൾ ചവിട്ടി കറങ്ങിക്കൊണ്ടിരിക്കും. ശ്രീ മോഹൻലാലിന്റെ വിഷ്ണുലോക സിനിമയിൽ ഇത് വ്യക്തമായി കാണാം. രാത്രിയാകുമ്പോൾ അഭ്യാസികളുടെ പ്രകടനം. കൂടാതെ പെൺവേഷം കെട്ടിയ നായികയും നായകനും കൂടിയുള്ള റെക്കോർഡ് ഡാൻസ്. ടൗണുകളിൽ വലിയ സർക്കസ് കമ്പനികളുടെ സർക്കസുകൾ. ഭാരത് സർക്കസ്, ജെമിനി സർക്കസ്. തലശ്ശേരിയിലാണ് സർക്കസുകാരുടെ തുടക്കക്കാരുണ്ടായിരുന്നത്. ഉത്സവപ്പറമ്പുകളിൽ ശ്രീ V സാംബശിവന്റെ കഥാപ്രസംഗം, നാടകം, ബാലെ ആളുകൾക്ക് സന്തോഷിക്കാൻ വക കണ്ടെത്തിയിരുന്നു. ഇന്ന് ഗാനമേളയ്ക്കും അമ്യൂസ് പാർക്കുകൾക്കും വഴിമാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാളെ എന്താകും നമ്മൾ കാണാൻ പോകുന്നത്? പാർക്കുകൾ നമ്മളെ സ്വാഗതം ചെയ്യാനും തമാശ പറയാനും AI സുന്ദരികൾ, റോബോട്ടുകൾ, സുന്ദരിമാരായ തരുണീമണികൾ നൃത്തം ചവിട്ടും. പെൺകുട്ടികളുടെ സാന്നിധ്യമായി റോബോട്ട് സുന്ദരന്മാർ മാറും. ആ കാലം വിദൂരമല്ല. ഇപ്പോൾ ഇതാ രാത്രിയായി. ലൈറ്റിന്റെ വർണ്ണപ്രപഞ്ചം. അതിനൊപ്പം കാലുകൾ നൃത്തം ചവിട്ടാൻ ഉപയോഗിക്കുന്ന പാശ്ചാത്യ സംഗീതം.
ടാങ്കിലെ വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്നു. വീണ്ടും താഴേക്ക് റബ്ബർ ഷീറ്റിന്റെ വിടവിലൂടെ ടാങ്കിലേക്ക്. സഞ്ചാരികൾ ആർത്തുമറിയുന്നു. ആദ്യമായി കാണുന്നതിന്റെ അത്ഭുതം. ലൈറ്റിന്റെ മായിക ലോകത്ത് പതഞ്ഞൊഴുകുന്ന വെള്ളം, കണ്ണൻ ചുറ്റിക്കുന്ന മാരിവില്ല് അത്. കുട്ടികളെ നോക്കൂ, അവർ തുള്ളിച്ചാടുന്നു, പരസ്പരം മത്സരിക്കുന്നു. കുഞ്ഞിക്കാലുകൾ സംഗീതത്തിനൊപ്പം നൃത്തം ചവിട്ടുമ്പോൾ മാതാപിതാക്കൾക്ക് ഓർക്കാനൊരവസരം. ജിറാഫും ആനയും ചിത്രശലഭവും അവയ്ക്ക് മുകളിലെ ലൈറ്റിന്റെ വെള്ളി വെളിച്ചവും. പച്ചിലച്ചാർത്തിന്റെ പുറന്തോലണിഞ്ഞ ആനയുടെ ചുവട്ടിൽ ഫോട്ടോയെടുക്കാനും മതിമറന്ന് അല്പസമയം ചെലവഴിക്കാൻ ബെഞ്ചുകളിലിരിക്കാം, വിശ്രമിക്കാം, കുശലങ്ങൾ പങ്കുവയ്ക്കാം. ആഘോഷത്തിന്റെ രാവ് മാടി വിളിക്കുകയാണ്. ഇവിടെ ഇതാ റോബോട്ടിക് ഡോഗ്. കാലുകൾ താളത്തിൽ നൃത്തം ചവിട്ടി തിരിഞ്ഞ് പിന്നോട്ട് പോയി പതിയിരുന്ന് ചാടി ഷേക്കൻഡിനായി കൈനീട്ടുന്നു. തൊഴുത് കാണികളെ മുഴുവൻ വിശ്രമിക്കുന്നു. കുട്ടികൾക്ക് അവൻ പ്രിയപ്പെട്ടവനാകുന്നു, അവരുടെ അടുത്തേക്ക് അവരുടെ ആജ്ഞകൾക്കനുസരിക്കുന്നവനെ പോലെ. നാലു ചുറ്റും കാണികളാണ്, അവരെയെല്ലാം കാണിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം പുറകിൽ നിന്നും ഒരാൾ റിമോട്ട് വെച്ച് നിയന്ത്രിക്കുന്നതാണെന്ന് കാണികൾ അറിയുന്നില്ല. അറിയാതെ ഞാനും കുറേ സമയം ആ കാഴ്ചകൾ നോക്കി നിന്നു. എത്ര മനോഹരമാണ്! കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരുമുണ്ട്. അവന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ആളുകളാണ്. ആ തുള്ളലിനനുസരിച്ചാണ് അവനെയും കൊണ്ട് റിമോട്ട് ചെയ്യിപ്പിക്കുന്നത്. വലിയ ആളുകളും അവനൊപ്പം കളിക്കുകയാണ്. അതൊരു രസമാണ്. ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെള്ളച്ചാട്ടം മനോഹരമാണ്. പലർക്കും അവിടെ നിന്ന് മടങ്ങാൻ തോന്നുന്നില്ല. കാലത്തിനനുസരിച്ച് കാഴ്ചകളും മാറുന്നു. പാലക്കാടിന്റെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നയാഗ്ര മാരിവില്ല് തീർക്കുന്നു. ഇവിടെ ഒരു പായ്ക്കപ്പലുണ്ട്. ടൈറ്റാനിക്കിലെ നായകനെയും നായികയും പോലെ കയറി നിൽക്കാൻ, പോസ്റ്റ് ചെയ്യാൻ. എല്ലാവരും അവരുടെ ജീവിതത്തിൽ നായകനും നായികയുമാണല്ലോ. നയാഗ്ര വെള്ളച്ചാട്ടം മറ്റൊരു ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പകല് കണ്ടതുപോലെ അല്ല ഇവിടത്തെ കാഴ്ച. നീല ജലാശയത്തിൽ ലൈറ്റ് പൂക്കൾ വിരിയിക്കുന്നത് പോലെ വ്യത്യസ്തമായ കളറുകളിൽ പൂമഴ വിതറുകയാണ്. ഇവിടെ നിന്നാൽ ശരിക്കും നനയുന്നുണ്ട്. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ഇതേപോലെ നിൽക്കാനാവില്ലല്ലോ. അവിടുത്തെ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടക്കാൻ തന്നെ ബോഡി ഗാർഡിന്റെ അകമ്പടി വേണം. ഈ കളറിന്റെ അപകടരഹിതമായ സൗന്ദര്യം, ലൈറ്റിന്റെ നിഴലുകൾ നീല വെളിച്ചത്തിൽ വർണ്ണാഭം തീർക്കുന്നു. ഈ സൗന്ദര്യത്തിന്റെ മായാവിസ്മയം മനസ്സുകളിൽ തങ്ങി നിൽക്കും. വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന കാഴ്ച. രാത്രിയെ പകലാക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഈ കാഴ്ചകൾ. എല്ലാ ഫെസ്റ്റും പോലെ ഇവിടെയും കച്ചവടത്താളുണ്ട്. ഒന്നിനും കുറവില്ല. മറ്റൊരു ഭാഗത്ത് കാഴ്ച ഇങ്ങനെയാണ്. ധാരാളം ആളുകൾ വാങ്ങുന്നുണ്ട്. ചിലർ കണ്ടു നോക്കി നടക്കുന്നു. കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ. എല്ലാത്തിനും വേറെ വേറെ ടിക്കറ്റാണ്. ബാൾപോളിൽ കുട്ടികൾ ചാടി മറിയുന്നു. കൊളംബസിൽ കയറിയവർ
അട്ടഹസിക്കുന്നു, നിലവിളിക്കുന്നു, ചിരിക്കുന്നു. അത് കാണുന്ന കാണികൾക്കും സന്തോഷം. ബ്രേക്ക് ഡാൻസർ, ട്രാഗർ ട്രെയിൻ, VSP, ജോയിന്റ് വീലർ, DJ അമ്യൂസ്മെന്റ് പാർക്ക് നമ്മുടെ കാഴ്ചകളെ വാനത്തോളം ഉയർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഈ രാത്രിയോട് വിട പറയാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.